അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ്, അദ്ദേഹം മരണപ്പെട്ടിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ഇന്നിതാ അദ്ദേഹം തൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ള വസീയത്ത് ഇന്ന് പുറത്തു വന്നപ്പോൾ ആ വസീയത്ത് ഇങ്ങനെ വായിച്ചപ്പോൾ, അള്ളാഹുവേ, ആ മനുഷ്യൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അത് കണ്ടപ്പോൾ അത്രമേൽ പവിത്രമായിരുന്നു, അദ്ദേഹം ഒരു യഥാർത്ഥ സൂഫി ആയിരുന്നു എന്ന് ഈ വസീയത്ത് കാണുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു വസീയത്ത് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് കേട്ടു നോക്ക്. ഇതാണ് വസീയത്ത് പത്രിക. ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ വൃത്തിയായി എഴുതിയ വസീയത്ത് പത്രിക. പ്രതീക്ഷയോടെ മരണം കാത്തിരുന്ന ഒരു സ്വാത്വികൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളുമാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത്. വസീയത്തിൽ ഭൗതിക താൽപ്പര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ദീനുമായും പരലോകവുമായും ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. വസീയത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭാര്യ, മക്കൾ, സഹോദരങ്ങൾ, സഹോദരികൾ, ബന്ധുമിത്രാദികൾ, ശിഷ്യന്മാർ, സുഹൃത്തുക്കൾ എന്നിവർ ആരോടും എനിക്ക് യാതൊരു വെറുപ്പുമില്ല. പൂർണ്ണ പൊരുത്തവും തൃപ്തിയുമാണ്. എന്നോട് ഇങ്ങോട്ടും അങ്ങനെയായിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. മുഅ്മിനീങ്ങൾ ആരോടും ഒരു വെറുപ്പുമില്ല. ഒരു സൂഫിയായ ഒരു മനുഷ്യന് ഇതാണ് എന്ന് ആ മനുഷ്യൻ ജീവിതം കൊണ്ട് കാണിച്ചു തന്നതിലുപരി അദ്ദേഹത്തിൻ്റെ മരണശേഷം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു പോയിട്ടുണ്ടോ റബ്ബേ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവുക. എല്ലാവരും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണം. യഥാർത്ഥ മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിച്ചു പോകരുത്. വ്യാജ ത്വരീക്കത്തിലോ വ്യാജന്മാരുടെ വലയിലോ പെട്ടുപോകുന്നത് സൂക്ഷിക്കുക. നല്ല സ്വഭാവം, നല്ല വേഷം, ഇൽമ്, ഇബാദത്ത് ഇവയിലായി ജീവിക്കണം. തമ്മിലുള്ള ഐക്യം, അച്ചടക്കവും കാത്തു സൂക്ഷിക്കണം. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം കൊണ്ട് കാണിച്ച് തന്നതിലുപരി ആ മനുഷ്യന് നമ്മളോട് വസീയത്തായിട്ട് രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പവിത്രമായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതമെന്ന്. അതിലുപരി അദ്ദേഹത്തിൻ്റെ ആ നിഷ്കളങ്കമായ ആ ഒരു മനസ്സ്, അതെത്രത്തോളം പവിത്രമായിരിക്കുമെന്ന് ഒന്ന് ആലോചിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുമല്ലോ. താൻ മരിച്ചാൽ കഫൻ ചെയ്യേണ്ട രീതി, മറവ് ചെയ്യേണ്ട സ്ഥലം എന്നിവയെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കഫൻ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉസ്താദ് വാങ്ങി സൂക്ഷിച്ചിരുന്നു. അത് വെച്ചിരിക്കുന്ന സ്ഥലവും വസീയത്തിൽ പറയുന്നു. ഉസ്താദ് ഇബാദത്തിനും മന്ത്രത്തിനും ഇരുന്ന ഹാളിലാണ് ഖബർ. അതിൻ്റെ മുകൾ ഹിഫ്ള് കോളേജാണ്. എക്കാലവും ഖബറിന് സമീപം ഖുർആൻ ഓത്ത് കിട്ടാൻ വേണ്ടിയാണ് ഖബർ അവിടെ വേണമെന്ന് ആഗ്രഹമെന്ന് വസീയത്തിൽ പറയുന്നു. ഈ ഒരു വിഷയം പറയുമ്പോൾ എനിക്ക് വളരെ വേദനയോടെ എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയാനുള്ളത് എന്തെന്നറിയോ? മാണിയൂർ ഉസ്താദിൻ്റെ അദ്ദേഹം ഇബാദത്തും അതേപോലെ മന്ത്രിച്ചൂതുന്ന ആ ഒരു സ്ഥലത്ത് ഖബർ വെച്ചപ്പോൾ പല ആളുകളും പറഞ്ഞിരുന്നത് മാണിയൂർ ഉസ്താദിൻ്റെ ജാറം കെട്ടിപ്പൊക്കി അത് കച്ചവടമാക്കിയിട്ട് ഒരു വിഭാഗം ഇതാ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എന്താണ് യാഥാർത്ഥ്യമെന്ന് പോലും ചിന്തിക്കാതെ പലരും പടച്ചുവിട്ട കിംവദന്തികൾ നമ്മളിൽ പലരും പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്. അദ്ദേഹത്തിൻ്റെ ഖബർ, അദ്ദേഹം ആ മുറിയിൽ ഖബർ വെക്കാൻ പറയാനുള്ള കാരണം തന്നെ എന്താണ്? വസീയത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഖുർആനോത്ത് തൻ്റെ ഖബറിൻ്റെ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതൊരു ബറക്കത്താണ്. പരിശുദ്ധ ഖുർആൻ സദാസമയവും ഹിഫ്ള് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഖബറിൻ്റെ മുകളിൽ അതാകുമ്പോൾ അതിൻ്റെ ബറക്കത്ത് കിട്ടാൻ, ഖബറിലെ ശിക്ഷകൾ കുറയാൻ എന്നുള്ള കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വസീയത്തിൽ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ തെറ്റിദ്ധാരണ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പല വഹാബികളും പടച്ചുണ്ടാക്കിയത് നമ്മളിൽ പലരും ഏറ്റെടുത്ത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വിസ്മരിക്കാതിരിക്കരുത്. ഇങ്ങനെയാണ് വസീയത്ത് അവസാനിക്കുന്നത്. മന്ത്രിക്കാനും ഉറുക്ക് എഴുതാനുമുള്ള ഇജാസത്ത് ബഷീറിനും അബ്ദുള്ളക്കും
കിതാബ് സഹിതം കൊടുത്തിട്ടുണ്ട്. ഇവിടെയും മുനവ്വിറിലുമുള്ള വെള്ളം കുറയുമ്പോൾ രണ്ടിലൊരാൾ മന്ത്രിച്ചു കൊടുക്കുക, ഫലം കുറഞ്ഞു പോകാതെ ലഭിക്കും. ഇൻഷാ അല്ലാഹ്. കിതാബുകളെല്ലാം കുടുംബത്തിലെ അഹ്ലുൽ ഇൽമിൻ്റെ മേൽ വഖഫാണ്. പുറത്ത് കൊണ്ടുപോകാതെ ഉപയോഗിക്കണം. മക്കൾക്ക് സ്വത്ത് കൊടുക്കാതെ ഒരിക്കലും തന്നെ മുഴുവനായിട്ട് വഖഫ് ചെയ്യാൻ പാടില്ല. കാരണം മക്കൾക്ക് അവകാശപ്പെട്ടതാണ് പിതാവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ സ്വത്തുക്കൾ. അവർക്കുള്ളതെല്ലാം വീതിച്ച് കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ആ കുറച്ച് 30 സെൻറ്റ് ദീനിന് വേണ്ടിയിട്ട് വഖഫ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അദ്ദേഹം മരിക്കുന്നതിൻ്റെ മുമ്പ് അദ്ദേഹത്തിൻ്റെ കഫം പുടവ പോലും അദ്ദേഹം വാങ്ങി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയോ? ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ കഫം പുടവ എവിടെയാണ് ഇരിക്കുന്നത് എന്ന്. ഏതോ ഒരു കടയിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാകും. പക്ഷേ നമുക്കറിയില്ല ഏത് കഫം പുടവയാണ്, അത് റെഡി ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ നൂലുകൾ കൊണ്ട് തുണി തയ്ച്ച് റെഡിയാക്കിയിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ കഫം പുടവ കൊണ്ട് നമ്മളെ പുതക്കുന്ന ഒരു ദിവസം വരാനുണ്ടല്ലോ. മരണത്തിനെ കുറിച്ച് ഓർത്ത് മരിക്കുമെന്ന ബോധത്തിൽ നടന്ന ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദ്, അദ്ദേഹം കൃത്യവും വ്യക്തവുമായിട്ട് ആ ഒരു കഫം പുടവ പോലും മുൻകൂട്ടി വാങ്ങിയിട്ട് അത് തൻ്റെ ചാര സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു സൂഫിയായ മനുഷ്യനാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂലേ. ചില ആളുകൾ പറയുന്നുണ്ട് അദ്ദേഹം സൂഫിയൊന്നുമല്ല, അദ്ദേഹം സൂഫിയായിട്ട് നിങ്ങൾ അദ്ദേഹത്തിന് എങ്ങനെ പരിഗണിക്കൊന്നും വേണ്ട എന്ന്. എന്നാൽ വഹാബികളോട് ഒരു യഥാർത്ഥ സൂഫിയായ അല്ലാഹുവിൻ്റെ ഒരു ഔലിയാക്കളെ ഇന്ന ആളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറഞ്ഞു നോക്കിങ്ങൾ. അവർക്ക് കഴിയൂല. ആ മഹാന്മാരെ കറാമത്തുകൾ, ആ കറാമത്തുകൾ ഉണ്ട് എന്നവർ സമ്മതിക്കുകയും പക്ഷേ ഒരു വലിയിൽ നിന്ന് കറാമത്തായിട്ടോ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ രൂപത്തിലായിട്ട് മാറി ജീവിക്കുകയും ചെയ്ത ഒരാളെയും അവർ പരിഗണിക്കൂല എന്നുള്ളതാണ്. അതുകൊണ്ട് വഹാബികളുടെ കുതന്ത്രങ്ങളിൽ വഞ്ചിതരാകാതിരിക്കുക. അള്ളാഹു മാണിയൂർ ഉസ്താദൊക്കെ മരണപ്പെട്ടത് നല്ല രൂപത്തിലാണ്. അള്ളാഹു അതുപോലെ നമുക്കും മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാണിയൂർ ഉസ്താദ്, എൻ്റെ മാണിയൂർ ഉസ്താദ്, കണ്ണുകൾ നിറഞ്ഞു പോയി, കേട്ടു ഞാൻ തളർന്നു പോയി. ഈ വിയോഗമേ താങ്ങാത്ത ഭാരമേ, മാണിയൂർ ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, എൻ്റെ മാണിയൂർ ഉസ്താദ്, കണ്ണുകൾ നിറഞ്ഞു പോയി, കേട്ടു ഞാൻ തളർന്നു പോയി. ഈ വിയോഗമേ താങ്ങാത്ത ഭാരമേ, മാണിയൂർ ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, മാണിയൂർ ഉസ്താദ്, എൻ്റെ മാണിയൂർ ഉസ്താദ്, കണ്ണുകൾ നിറഞ്ഞു പോയി, കേട്ടു ഞാൻ തളർന്നു പോയി.